ഇതാണ് മന്നവനൂരിലത്തെ അടുത്ത സ്പോട്ട്, മന്നവനൂർ ഈക്കോ പാർക്ക്. ലേക്കിനോട് ചേർന്നുള്ള ഒരു ഈക്കോ ടൂറിസം പ്രോജക്റ്റ് ആണിത്. ടൈമിംഗ് 10 AM to 5 PM. വലിയവർക്ക് 30 rupees, കുട്ടികൾക്ക് 20. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ബോട്ടിൽസ് ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഈക്കോ ഹട്ടാണിത്. കണ്ടോ, ഒരു പോർഷൻ പ്ലാസ്റ്റർ ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാണാനായി. ഇവിടെ നിന്നൊരു 5 minutes നടന്നാൽ മന്നവനൂർ ലേക്കിന്റെ അടുത്ത് എത്താം. ചെന്നപാടെ കുതിരപ്പുറത്ത്. അതെന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. കേറാനുള്ള പേടി അമ്മയുടെയും. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ലേക്കിലേക്ക് ഷീപ്പ് ഫാമിൽ നിന്ന് ആക്സസ് അലൗഡ് അല്ലെന്ന്. ബട്ട് വേറൊരു വഴി വരാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ വഴി. നമ്മൾ നേരത്തെ പോയ ഷീപ്പ് ഫാമിൽ നിന്ന് ഒരു 1.5 kilometer അങ്ങോട്ട്. ഇവിടെ നിന്ന് ഒരു 15 kilometer പോയാൽ കേരളമെത്തും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ റൂട്ട് ഇപ്പോൾ ലോക്കൽസിന് മാത്രമേ ഉള്ളൂ. സോ നമുക്കിപ്പോൾ 15 അല്ല, മിനിമം ഒരു 150 kilometers പോയാലേ കേരളത്തിലെത്താൻ പറ്റൂ. കുതിരപ്പുറത്ത് പോകുമ്പോൾ സന്തോഷം കൊണ്ട് ചിരിക്കുന്നവരുണ്ട്, പേടി കൊണ്ട് ചിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒരു റൈഡ് കഴിഞ്ഞു. സിപ്പ് ലൈനിൽ ആരോ പോകുന്നുണ്ട്. ലേക്കിന്റെ മുകളിൽ കൂടി അങ്ങനെ പോവാ. അങ്ങനെ പോയി താഴെ എത്തും. ആ കുന്നിന്റെ മുകളിൽ നിന്നാ പോയത്. കൊടൈക്കനാലിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നാലും ഒരു 1.5 കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോണേ. റിലാക്സ് ചെയ്ത് ആ ലേക്കിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഫീല് മാത്രം മതി വന്നത് വേഴ്സ് ആവാൻ. പിന്നെ ബോട്ടിംഗ്, കൊറാക്കൽ, കയാക്കിംഗ്, ഹോഴ്സ് റൈഡിംഗ്, സിപ്പ് ലൈൻ അതൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ പാറക്കല്ല് വേറെ സ്ഥലത്തില്ലേന്ന് ചോദിച്ചാ അതുണ്ട്. വെള്ളവും വെള്ളച്ചാട്ടവും പുല്ലും കൊന്നും കായലും ഇല്ലേന്ന് ചോദിച്ചാ അതുമുണ്ട്. ബട്ട് ഇതെല്ലാം കൂടി ഒരേ സ്ഥലത്ത് വരുമ്പോൾ കാണാനൊരു സ്പെഷ്യൽ ഭംഗിയാ. നമ്മളെ തൃശ്ശൂർ പൂരം പോലെ ആ ഭംഗി അതുപോലെ നിക്കട്ടെ. വെള്ളത്തിന്റെ ചെറിയൊരു സ്ട്രീം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമുക്കും ഒപ്പം പോകാം. ഇടയ്ക്കൊക്കെ ഒഴുക്കിനൊപ്പം പോകുന്നതാ നല്ലത്, അല്ലേ? ഇങ്ങനെ പോയി എവിടെ എത്തിയേ?
അങ്ങനെ വന്ന് നമ്മൾ ഇവിടെ എത്തി. ഒഴുക്കിനൊപ്പം വന്നത് വെറുതെ ഇല്ല. ആഹാ, ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ. നല്ല വ്യൂ. ഇനി നമുക്ക് ആ ബ്രിഡ്ജിന് അടുത്തേക്ക് പോവാം. ബ്രിഡ്ജിനടുത്തേക്ക് ഇപ്പം എൻട്രി ഇല്ല. ഇത് ഫിലിം ഷൂട്ടിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തൊരു ബ്രിഡ്ജാണോ എന്ന് ഡൗട്ടുണ്ട്. എന്തായാലും ഈ ആംബിയൻസിന് പറ്റിയ ബ്രിഡ്ജാ. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട, മന്നവനൂർ ലേക്ക്. നേച്ചർ ലവേഴ്സിനൊക്കെ പറ്റിയ സ്ഥലം. ഇതിൻ്റെ ഒപ്പം അവിടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള ബെഞ്ചും മരക്കഷ്ണങ്ങളും ഒക്കെ ഇരക്കിരക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട്. അല്ല, കൊടൈക്കനാലിലെ ഉൾഗ്രാമങ്ങൾ എൻജോയ് ചെയ്യുന്നതിന് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുക്കാം. കാരണം ഈ ഉൾഗ്രാമങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് ഇന്ന് തന്നെ പോണേ. നമ്മുടെ തൃശ്ശൂർ സിറ്റിയിലേക്ക് യാത്ര കുറച്ചുണ്ട്. ഇപ്പൊ തന്നെ നേരം സന്ധ്യയായി. ലഞ്ച് കഴിക്കാൻ ലേറ്റായി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് അപ്പം കിട്ടുന്നത് വാങ്ങി കഴിച്ചു. എന്നിട്ട് വേഗം തിരിച്ചുള്ള യാത്ര തുടങ്ങി. അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് ടൗണിലെത്തണം. കാരണം രാത്രിയൊന്നും ഈ റൂട്ടിൽ ആരും ഉണ്ടാവില്ല. വണ്ടിക്ക് വല്ല കംപ്ലൈന്റോ റോഡിൽ വല്ല മരമോ വീണ് ബ്ലോക്കോ ഉണ്ടായാൽ പെട്ടുപോകും. അതുകൊണ്ട് കൂടുതൽ ലേറ്റ് ആവാതെ കൊടൈക്കനാൽ ടൗണിലേക്ക് തിരിച്ചെത്താൻ നോക്കുക. അങ്ങനെ ടൗണിലെത്തി. നേരെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി. കൊടൈക്കനാൽ വന്നിട്ട് ഇവിടെ കയറാതെ പോയാൽ ശരിയാവില്ല. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ കിട്ടുന്ന ബ്രാൻഡഡ് ഐറ്റംസിനേക്കാൾ ബെറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും പല നട്ട്സും മിക്സ് ചെയ്ത ടൈപ്പും എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാ. കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങാം. കൊടൈക്കനാലിൽ വരുമ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ മേക്കിംഗ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുക. കുഴപ്പമില്ല. കൊടൈക്കനാലിൽ ഇനിയും ചില ഓഫ് ബീറ്റ് പ്ലേസസ് കാണാനുണ്ട്. അപ്പൊ ആ ട്രിപ്പിൽ വരുമ്പോ ഇതും കാണാം. പോകുന്ന വഴിയിൽ ഒരു ഫ്രൂട്ട് ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു. ഘാട്ട് റോഡിൽ കൂടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എസ്പെഷ്യലി നൈറ്റ്. റോഡ് നല്ലതായിരുന്നു. നല്ല മാർക്കിങ്ങും റിഫ്ലക്റ്റീവ് റോഡ് സ്റ്റഡ്സും എല്ലാം ഉണ്ട്. ടേണിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. അവിടെ പളനിമല കാണാനുണ്ട്. അങ്ങനെ വീണ്ടും പളനിമലയുടെ അടുത്തെത്തി. മുരുകാ, കേരളത്തേക്ക് കടക്കാൻ ഇനിയും 90 കിലോമീറ്റേഴ്സ് ഉണ്ട്. കേരളത്തിലേക്ക് സ്വാഗതം. യെസ്, ടൈം ഇപ്പൊ 12:30 ഒക്കെ ആയി. 2 മണിയൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോ. ചോക്ലേറ്റ് കുറച്ചൊക്കെ അച്ഛൻ വരുന്ന വഴിക്ക് തന്നെ കഴിച്ചു, ഉറക്കം വരാതിരിക്കാൻ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. സോ see you later. See you soon.
ചോക്ലേറ്റ് വേണോ നിങ്ങൾക്ക്? കൊടൈക്കനാൽ സ്പെഷ്യൽ എടുത്തോ.